പിന്നെ ഏറ്റവും വലിയ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വലിയ ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിലും ദേ ആർ ഓൾ ടെൻസ്ഡ്. ഇപ്പോൾ ക്ലയൻറ്റ് ഇപ്പോൾ ഒരു ഏജൻസിൻ്റെ മുമ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡിസൈനേഴ്സിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തി കെട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏജൻസികളുണ്ട്, അവർ നമുക്ക് ഇത്ര ചെയ്തിട്ടുണ്ട്, പിന്നെ അവിടെ പോയി എത്ര കിട്ടും എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു എന്താ പറയുക, അവർ പുറമെ പറയുന്ന ഇൻസൈഡ് ദേ ആർ ഓൾ ടെൻസ്ഡ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ നമ്മളതിനെ പല രീതിയിലാണ് ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുമ്പോൾ ഈ കണ്ടിൻജൻസി പ്ലാൻസ് ഉണ്ടാവും, അതേപോലെ ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചർ മൈൽ സ്റ്റോൺസ് നമ്മൾ ഇടുമ്പോൾ ഇതെല്ലാതും കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് ഒരു ബ്രാൻഡിനെ വിഭാവനം ചെയ്യുന്നതും ബ്രാൻഡിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിൻ്റെ കറക്റ്റ് സ്ട്രാറ്റജി നമ്മൾ കൊടുക്കുന്നതും അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ നോബഡി എക്സ്പെക്റ്റഡ് അല്ലേ, പെട്ടെന്ന് ഇങ്ങനെ സംഭവം വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിനെ എങ്ങനെ മീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരു ഏജൻസിക്ക്, ബ്രാൻഡ് ഏജൻസിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്.